ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി കാണണമെന്ന് പറഞ്ഞു. ഞാൻ റൂമിലെത്തിയപ്പോൾ അല്പം വൈകി. പതിവിന് വിരോധമായി ഒരല്പം കൂടുതൽ മദ്യപിച്ചിരുന്നു. ഡോക്ടർമാർക്കിടയിലെ മദ്യപാനം ഒരു റൈറ്റപ്പിന് സ്കോപ്പുണ്ട്. നമ്മൾ രോഗികളോട് മദ്യപിക്കരുത് എന്ന് പറയും. പക്ഷേ മദ്യപിക്കരുത് എന്ന് പറഞ്ഞ രോഗിയോടൊപ്പം വരുന്നത് ഡോക്ടർ മദ്യപിക്കും. ഈ പ്രൊഫഷൻ സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങളായി. ജോലിഭാരം, പ്രൊഫഷണൽ റിസ്ക്, ടെൻഷൻ, ഇതൊക്കെ കാരണം. എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ള അത്യാർത്ഥി അതും കൂടെ ഉണ്ട്. അതും കൂടെ പറയണം. അല്ല സാർ കാണണമെന്ന് പറഞ്ഞു. തൊഴിൽപരമായ സത്യസന്ധതയെ പറ്റി സഹപ്രവർത്തനം ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് ഒരു ഗതികേടാണ്. ഏറെ കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുമ്പോൾ അത് പറയാതിരിക്കാനും കഴിയില്ല. കുറെ കാലം ഒപ്പം നിന്ന ആളെന്ന നിലയിൽ മിസ്റ്റർ ജീവൻ എനിക്കൊരു സ്ഥാനം തരുന്നുണ്ട്. തീർച്ചയായും ഗുരുതുല്യമായ, സഹോദരതുല്യമായ, പലപ്പോഴും അനുകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ് സാർ. താങ്ക്സ്. കൊള്ളക്കാരനാവാം, പക്ഷേ സ്വന്തം മനസാക്ഷി കൊള്ളയടിക്കരുത്. കാർഡിയോ പ്രോബ്ലം എന്ന രോഗിയെ നമ്മൾ ആൻജിയോഗ്രാം ചെയ്യും. 2-3 ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അവനെ പേടിപ്പിക്കും. ആൻജിയോപ്ലാസ്റ്റി നിർദ്ദേശിക്കും. അകത്ത് കയറ്റേണ്ട സ്റ്റെന്റ് വിദേശി വേണോ സ്വദേശി വേണോ എന്ന ചോദ്യം. വിദേശിക്ക് ലക്ഷങ്ങൾ, പക്ഷേ ഗുണം കൂടും. സ്വന്തം ജീവന്റെ പ്രശ്നമായതുകൊണ്ട് കൂടിയതാവട്ടെ എന്ന് പേഷ്യൻ. അവൻ പുറത്തിറങ്ങുമ്പോൾ 5 ലക്ഷം രൂപയുടെ ബില്ല്. അകത്ത് കയറ്റിയതോ 10,000-ൽ താഴെയുള്ള സാധനം. ഒരു രോഗിയും കൂട്ടിരിപ്പുകാരന് പറയുന്നില്ല തങ്ങളെ കാണിച്ച വിദേശിയാണോ സ്വദേശിയാണോ ഹൃദയക്കുള്ളിൽ പിടിപ്പിച്ചത്. അല്ല, അതറിയാനുള്ള മാർഗം അവനില്ല. അവിടെയാണ് നാം ചൊല്ലിപ്പഠിച്ച സത്യത്തിന്റെ പാഠങ്ങൾ മറന്ന് അധോലോകത്തിലെ കൊള്ളക്കാരനേക്കാൾ നെറുകെട്ടവനായി ഒരു ഡോക്ടർ മാറുന്നത്. ഇത്തരം 1000 സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ ഇറങ്ങിയേറുമ്പോൾ ശമ്പളം എന്ന പേരിൽ നെറുകെട്ട പോക്കറ്റടിച്ച പണമാണല്ലോ കൈപ്പറ്റെന്ന് ഓർക്കുമ്പോൾ ഉള്ളു പൊള്ളുക. അതിനെതിരെ ഒപ്പം നിൽക്കുന്ന സഹപ്രവർത്തകരോട് അരുത് കാട്ടാള എന്ന് പറയാനുള്ള ധാർമ്മികത കാട്ടണ്ടേ? ഇത് ഇവിടെ മാത്രമല്ല സാർ, എവിടെയും നടക്കുന്ന ഇതൊക്കെ തന്നെയാണ്. എത്ര ആയിരം കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോകത്ത് ആയുധ വ്യാപാരം കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്തായി വ്യാപാരം. 5 നക്ഷത്ര ചികിത്സ, 7 സ്റ്റാർ സൗകര്യമുള്ള ഹോസ്പിറ്റലുകൾ. അവരുടെ നിലനിൽപ്പ് ഒരു പ്രശ്നമല്ലേ സാർ? ഈ ആതുര സേവനം എന്ന് പറയുന്നത് ഒരു വിളിപ്പേര് മാത്രമാണ്. കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്ന ഒരു വലിയ വ്യവസായമാണത്. ഞാൻ ചോദിക്കുന്ന ശമ്പളം തരുന്ന മാനേജ്മെന്റിനോട് നീതി കാണിക്കേണ്ടതായുണ്ട്. മുന്നിൽ വരുന്ന രോഗിയോട് നീതി കാണിക്കണ്ടേ? അവർ സംതൃപ്തരാണ്. നമ്മൾ കൊടുക്കുന്ന ആധുനിക സൗകര്യങ്ങൾക്ക് മുമ്പിൽ അവർ തൃപ്തരാണ്. പിന്നെ പണം കൂടിപ്പോയി എന്ന് കരുതി ആരും ചികിത്സ വേണ്ടെന്ന് വെക്കുന്നില്ല. മനുഷ്യന്റെ ആരോഗ്യപരമായ ഉത്കണ്ഠകളെ ഇങ്ങനെ ചൂഷണം ചെയ്യരുത്. അത് കാലത്തിന് നിരക്കുന്ന കൊള്ളയല്ല. അതിനെതിരെ അടുത്ത ബോർഡ് മീറ്റിംഗിൽ ശക്തമായി പ്രതികരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ കൊള്ള അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ച് തീരൂ. ഇതൊരു ബിസിനസ്സാണ് സാർ. അവിടെ ലാഭം ഉണ്ടാക്കുക എന്നതൊരു മിനിമം ആവശ്യമാണ്. ഇതിനിടയ്ക്ക് തടികേടാവാതെ ചില ചാരിറ്റിയൊക്കെ ചെയ്യും. എല്ലാ കോടീശ്വരന്മാരും അവന്റെ പണപ്പെട്ടിക്ക് മുമ്പിൽ കണ്ണ് കിട്ടാതിരിക്കാൻ സ്ഥാപിക്കുന്ന പേക്കോലത്തിന്റെ പേരാണ് ചാരിറ്റി. അതിനപ്പുറം ആരും ഒന്നും ചെയ്യുന്നില്ല. അങ്ങേക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ സാർ, അങ്ങനെയുള്ള എല്ലാ ആദരവും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പറയുക, പിരിഞ്ഞു പോണം. ബോധ്യമുള്ള ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്നോട് പിരിഞ്ഞു പോകാമെന്ന്. അത് പറയാൻ നിനക്കെങ്കിലും ധൈര്യം ഉണ്ടായി? അത് പറയാൻ നിനക്കെന്താ അവകാശം? ഈ ഹോസ്പിറ്റൽ തമ്പുരാൻ നിന്റെ പേർക്ക് എഴുതി തന്നു. അവകാശമുള്ളത് കൊണ്ട് തന്നെയാണ് സാർ പറഞ്ഞത്. നാളെ ഞാൻ ഈ ഹോസ്പിറ്റലിന് ചെയർമാനായി വരുമ്പോൾ നമ്മൾ തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നത് വരില്ല. അതുകൊണ്ട് സ്വയം പിരിഞ്ഞു പോകണം. വാട്ട് യു മീൻ? തമ്പുരാന്റെ മകൾ പ്രകൃതിയെ ഞാൻ വിവാഹം ചെയ്തു. ഇപ്പോ ഞാൻ ഈ ഹോസ്പിറ്റലിലെ ജീവനക്കാരനല്ല, ഉടമസ്ഥനാണ്. എന്റെ സ്ഥാപനത്തെ കൊള്ള സങ്കേതമെന്നും വ്യാപാരശാല എന്നൊക്കെ വിളിച്ച് ആക്ഷേപിച്ചാൽ എനിക്ക് അങ്ങനെ പിരിച്ചയക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ ദയവായി പിരിഞ്ഞു പോണം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ വൈകിയില്ലല്ലോ. ജീവൻ, ഇന്ന് മുതൽ ഞാൻ സാറിന്റെ അസിസ്റ്റന്റായി പ്രാക്ടീസ് ചെയ്യുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഫോർ വാട്ട്? നിങ്ങളുടെ വിവാഹം തീരുമാനിച്ചതാണ്. പ്രഗതി, ഞാൻ രോഗികളെ പരിശോധിച്ച് ഒബ്സർവേഷനും ടെസ്റ്റും മെഡിസിനും ഒക്കെ പറയുമ്പോൾ എന്റെ വേഗതയ്ക്കൊപ്പം എന്നെ ഫോളോ ചെയ്യാൻ കഴിയാത്തതിൽ ഞാൻ മിസ്റ്റർ ജീവനെയൊക്കെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും തനിക്കത് വേണ്ടി വരില്ല. ഞാൻ ഈ പറയുന്നത് നോട്ട് ചെയ്തോളൂ. I hereby tender my resignation from the hospital. Right up.
in protest of inhuman attitude of management. Right out. Which gives undue importance to the commercial interest only. Right? സർ, Yes. 80-90 മാതാപിതാക്കളെ സുഖമില്ലാതാകുമ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. ശാന്തരായി തിരിച്ചയച്ചാൽ അന്നോ അതിന്റെ പിറ്റേന്നോ അവർ മരിക്കും. നമ്മൾ എന്താ ചെയ്യുക? വെന്റിലേറ്റർ ഒഴിവുണ്ടെങ്കിൽ അവിടേക്ക് ഒരാഴ്ച ഇവിടെ കിടത്തി 3-4 ലക്ഷം രൂപ ബില്ലാക്കി ഡെഡ് ബോഡി കൊടുത്തു വിടും. പേരക്കുട്ടികളുടെയും മക്കളുടെയും മുഖം കണ്ട് അവരെന്ത് ഒരു തുള്ളി വെള്ളം വാങ്ങി കുടിച്ച് ശാന്തരായി മടങ്ങിപ്പോകാൻ ഈ പുതിയ കാലത്ത് ആരെയും നമ്മൾ അനുവദിക്കുന്നില്ല. നമുക്കിത് ബിസിനസ്, why not? ശരിയല്ലേ? വേദനയും വരുന്ന രോഗികളെ ഐസിയുലേക്ക് കയറ്റും. പുറത്ത് പകച്ചു നിൽക്കുന്നവരോട് ഏതാണ്ട് 1.5 ലക്ഷം രൂപ വരെ 4 ഇഞ്ചക്ഷൻ വേണമെന്ന് പറയും. സ്വർണം വിറ്റോ കുടുംബം പണയം വെച്ച് അവർക്ക് കൊണ്ടുവരും. അകത്ത് കിടക്കുന്നവനോ പുറത്തു നിൽക്കുന്നോ അറിയുന്നില്ല അത് കയറ്റുമല്ലയോ. മനുഷ്യന്റെ വേദനകളെ പ്രതിയുള്ള ഉത്കണ്ഠകളെ കൊയ്ത് കോടികൾ നേടുന്നവർ തീവട്ടിക്കൊള്ളക്കാർ. അന്യന്റെ വേദനകൾ വിലക്കി വാങ്ങി അമ്പരചുംബികളായ കൊട്ടാരങ്ങൾ തീർത്ത് അതിന് മുകളിൽ നക്ഷത്ര ചിഹ്നങ്ങൾ പതിപ്പിച്ച് നക്ഷത്രത്തിന്റെ എണ്ണം നോക്കി പണം പറ്റുന്ന ഷൈലോക്ക് കുമാർ. Yes, ഞാനും മനുഷ്യനാ. പ്രതികരിക്കാനുള്ള സാമാന്യ ബോധം ഇല്ലത്ത് വെച്ച് പൂട്ടിയിട്ടല്ല ഇവിടെ ജോലിക്ക് വന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ ടൂർ പോകുന്നവരാ. ബിസിനസ്സുകാരകൾ കൂടുതൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഡോക്ടർമാർ. സ്വന്തം കീശയിലെ കാശ് കൊടുത്തിട്ടല്ല, മരുന്ന് കമ്പനിക്കാരുടെ ചെലവിൽ. മോഡേൺ മെഡിസിൻ നമ്മൾ ആദ്യം പഠിക്കുന്ന പാഠം എന്താ? ഓൾ ദ ഡ്രഗ്സ് ആർ പോയിസൺ. ആരോഗ്യ പ്രശ്നങ്ങളുമായി എത്തുന്ന കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ വിഷം കയറ്റി കൊല്ലുന്ന കിരാതന്മാരായി ഡോക്ടർമാർ അധപതിച്ചാൽ ചോദ്യം ചെയ്യണ്ടേ? പ്രതികരിക്കണ്ടേ? സർക്കാർ സർവീസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിച്ചതാ, അവിടെ ജോലിയും കിട്ടിയതാ. അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോ ഈ സൗകര്യത്തിൽ ചൊരച്ചാൽ മതി അഹങ്കാരം പറഞ്ഞവന്റെ മുഖമടച്ച് അടികൊടുത്തിറങ്ങി പോന്നവനാ ഹരിഹരൻ. സഹജീവിയുടെ നെഞ്ചിൽ ഈ സ്ഥിതി തൊടുമ്പോ ജീവന്റെ താളം ആത്മാവിൽ മുഴങ്ങും. ആ താളപ്പെരുക്കത്തിൽ മനസ്സർപ്പിച്ച ജീവതാളത്തിന്റെ പൊരുത്തവും പൊരുത്തക്കേടുകളും മനസ്സിലാക്കുന്നത് അതൊരു ദൈവവിളിയാ. വിൽക്കാം മാന്യമായ ലാഭത്തിന്. കൊള്ളലാഭം പാടില്ലെന്ന് പറഞ്ഞപ്പോ യവനൻ നീ നാളെ ഈ സ്ഥാപനത്തിന്റെ എം ഡി ആകുമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഇടത്തെ കാലിൽ നിൽക്കുന്ന രോമത്തിന്റെ വിലയുള്ള. ഇത് തമ്പുരാന് കൊടുക്കണം. ഗുഡ് ബൈ. ഡോക്ടർ ജീവനല്ല. പ്രകൃതി എന്നോട് പ്രണയമാണെന്ന് പറഞ്ഞു, അച്ഛനോട് സംസാരിക്കാൻ പറഞ്ഞു. ദാറ്റ്സ് ആൾ. എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞോ? സോറി മിസ്റ്റർ ജീവൻ, നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ എന്നെയോ ഈ സ്ഥാപനമോ നിന്റെ പേരിൽ കൈമാറ്റം ചെയ്തിട്ടില്ല. അതിനു മുമ്പ് ഇത്തരം ഭാരിച്ച തീരുമാനങ്ങളൊന്നും ഇയാൾ എടുക്കരുത് പ്ലീസ്. തമ്പുരാന്റെ മകളായി ജനിച്ചെന്ന് കരുതി ഞാനിതുവരെ ഒന്നും വില കൊടുത്ത് നേടിയില്ല. എൻട്രൻസ് എഴുതി, മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി സർക്കാർ മെഡിക്കൽ കോളേജിൽ. എം ഡിയും അങ്ങനെ തന്നെ. വിദ്യാഭ്യാസം വില കൊടുത്ത് വാങ്ങേണ്ടതല്ല, സ്വന്തം ബുദ്ധി കൊണ്ട് നേടേണ്ടതാണെന്ന തികഞ്ഞ ബോധ്യമുണ്ട് എനിക്ക്. എൻ്റെ ജീവിതമോ എൻ്റെ പ്രൊഫഷനോ വ്യാപാരമല്ല. ആരാധനയാണെന്ന് പറഞ്ഞത് അറിവ് കെട്ട അത്ഭുതവുമല്ല. ആശുപത്രിക്ക് മുകളിലെ നക്ഷത്ര ചിഹ്നങ്ങൾ സമൂഹത്തിന് വെളിച്ചമേകാൻ ഉതകുന്ന രീതിയിൽ നവീകരിക്കാൻ ഞാൻ ഈ കൈ പിടിക്കുക. വിടില്ല കേട്ടോ. കച്ചവട സ്ഥാപനമെന്നും കൊള്ള സങ്കേതമെന്നുമൊക്കെ അങ്ങ് വിളിച്ചാക്ഷേപിക്കുന്ന ഈ ആശുപത്രിയെ കാരുണ്യത്തിന്റെ കൂടാരമാക്കാൻ ഞാൻ തയ്യാറാണ്. ഒപ്പം നിൽക്കുക. നിനക്ക് ഒരുപാട് വില നൽകേണ്ടി വരും, നഷ്ടം സഹിക്കേണ്ടി വരും. അങ്ങ് എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ജീവൻ കൊടുത്തും എനിക്കത് നേടണം. തമ്പുരാന്റെ തീരുമാനങ്ങൾ ഇനി തമ്പുരാനല്ല തീരുമാനിക്കേണ്ടത്, ഞാനാ. നന്മയുടെ ഒരു ചിരാത് കൊളുത്തി തരണം, ഞാനത് സ്വീകരിക്കും. ഒപ്പം കൂടെ നിന്നത് കെടാതെ കാക്കുകയും വേണം. അറിയില്ല നിനക്കെന്ന്. ഒരുപാട് കേട്ടു.
ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ